ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് വൈകുന്നേരം എന്ത് കൊടുക്കുമെന്നാണ് മിക്ക അമ്മമാരും ചിന്തിക്കുന്നത്. എന്നാൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. വെറും ഒരു പൊട്ടറ്റോയും ഒരു കപ്പ് മൈദമാവും കൊണ്ട് തയ്യാറാക്കിയ ഈ ക്രിസ്പി ആയിട്ടുള്ള സമോസ. ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നത് ഇതുണ്ടാക്കിയാൽ ശരിയാകില്ല എന്നൊരു ധാരണയാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണിതിന്. 2 രൂപയ്ക്ക് മുമ്പൊക്കെ കിട്ടിയിരുന്നത് ഇപ്പോൾ 20-30 രൂപയാണ് ഇതിൻ്റെ വില. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദമാവ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കറുത്ത ജീരകം അല്ലെങ്കിൽ എള്ള്, 1/2 ടീസ്പൂൺ ഓമം അല്ലെങ്കിൽ അജോയിൻ, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവിന് നല്ലൊരു മയം വരാൻ വേണ്ടിയും നല്ലൊരു മണത്തിനും അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കാനും ഇത് സഹായിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഈ മാവിൽ അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഈ മാവ് കുറച്ച് കട്ടിയായിട്ട് വേണം കുഴക്കേണ്ടത്. മൈദ ആയതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് വേണം ഒഴിക്കാൻ. ആവശ്യാനുസരണം തളിച്ചെടുത്ത് മാവ് കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം. മൈദയ്ക്ക് പകരം ആട്ടമാവ് ഉപയോഗിച്ചും സമോസ ഉണ്ടാക്കാം. ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരില്ല. എന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ. ഇനി ഈ സമോസയ്ക്ക് കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ചട്നിയാണിത്, അല്ലെങ്കിൽ സോസ്. ഇതിനായിട്ട് 1/4 കപ്പ് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കുമ്പോൾ ഇതൊന്ന് അലിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് അലിയിച്ചെടുത്താലും മതി. മണ്ണും കല്ലും ഒക്കെ അരിച്ചു മാറ്റാൻ വേണ്ടിയാണ്. അതുപോലെ ഇതിൽ വേണ്ടത് കുറച്ച് പുളിയാണ്, വാളൻ പുളി. ഒരല്പം വാളൻ പുളിയും ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. പുളിയും ശർക്കരയും എരിവും ഒക്കെ ചേർന്ന ഒരു മീഠ ചട്നിയാണിത്. സമോസ, കച്ചോരി എന്നിവയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു മീഡിയം സൈസ്ഡ് വേവിച്ച പൊട്ടറ്റോയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ച് മധുരമുള്ള പൊട്ടറ്റയാണ്. ഈ മഞ്ഞ ഒരു കളറ്. പാൻ ചൂടാക്കി 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിൽ ഒരു കൈപ്പിടി കപ്പലണ്ടി ചേർക്കാം. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കപ്പലണ്ടി മാത്രമായാലും ഒരു കുഴപ്പവുമില്ല. ഒന്ന് കളർ മാറുമ്പോഴേക്കും ഇത് കോരി മാറ്റാം. ബാക്കി വന്ന എണ്ണയിൽ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതൊന്നിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൽ 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ്. ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മല്ലി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. മല്ലി ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നത് സമോസയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കടകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, മസാല കരിയാതിരിക്കാനായിട്ട്. ഇനി ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് വേവിച്ച് കുറച്ച് ചേർത്താൽ നല്ലതായിരിക്കും. കുറച്ച് കായപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വച്ച പൊട്ടറ്റോ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. ഈ പൊട്ടറ്റോയ്ക്ക് പകരമായിട്ട് പനീർ പൊടിച്ച് ചേർത്താൽ പനീർ സമോസയാകും. 3-4 മിനിറ്റ് ഈ പൊട്ടറ്റോയും മസാലയും കൂടി ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് എടുക്കുകയാണെങ്കിൽ പൊട്ടറ്റോയ്ക്ക് ഒരു പച്ച ചുവയുണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പൊട്ടറ്റോ മസാല തയ്യാറായിട്ടുണ്ട്. ഇതിൽ ആവശ്യാനുസരണം മല്ലിയില ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തണുക്കാനായിട്ട് വയ്ക്കണം. ചിക്കൻ ചേർത്ത സമോസയും ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. അതുപോലെ പുളിയും. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള കല്ലും മണ്ണും ഒക്കെ മാറിക്കിട്ടും. പാനിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചാൽ മതി. ഇതിൽ അല്പം പോലും എണ്ണയുടെ ആവശ്യമില്ല. ഇതിനി നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. മോളുകളിലൊക്കെ കിട്ടുന്ന സമോസയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സോസാണിത്. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ് ചേർത്തത്.
ഇപ്പോഴിത് കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിൽ 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കടകളിലൊക്കെ ഇതിന് പകരമായിട്ട് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്, മൈദ ചേർക്കുന്നുണ്ട്. നമുക്കിത് അരിപ്പൊടി ചേർത്ത് കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കാം. തീ വളരെ ലോ ആയിട്ട് വച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നോക്കിക്കേ, നല്ലൊരു സോസ് റെഡി ആയിട്ടുണ്ട്. കടകളിൽ അവർ ഓറഞ്ച് കളറൊക്കെ ചേർത്താണ് ആ ഒരു കളറിൽ സോസ് ഉണ്ടാക്കുന്നത്. ഇത് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ ഇരിക്കും. ചപ്പാത്തിയോടൊപ്പം ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. സമോസ ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. മാവിൽ നല്ല നെയ്യുടെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് ഇനി ഒട്ടും തന്നെ പൊടിയുടെയൊന്നും ആവശ്യമില്ല. നന്നായിട്ട് പരത്തിയെടുക്കാൻ സാധിക്കും. കുറച്ച് നീളമായിട്ട് പരത്തിയെടുക്കണം. ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സമോസയുടെ ഷേപ്പ് വരുത്താം. സാധാരണ ഈ ട്രയാങ്കിൾ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ, അത് സമോസയുടെ ഷേപ്പല്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നോക്കിക്ക്, ഇങ്ങനെ ഒരു കോൺ ഉണ്ടാക്കിയിട്ട് കുറച്ച് മസാല അതിനകത്ത് വച്ചിട്ട് ഒരല്പം വെള്ളം തൊട്ട് ഇതിൻ്റെ 4 വശവും ഒന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം അപ്പോൾ അത് ഒട്ടും തന്നെ ഇത് പൊട്ടിപ്പോവുകയില്ല. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. വളരെ എളുപ്പമാണ്. 1-2 പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാകും. ഈ രീതിയിൽ മടക്കിയെടുക്കാം. ഇല്ലെങ്കിൽ വേറൊരു രീതി, അതും ഇതുപോലെ തന്നെ നല്ല എളുപ്പമാണ്. ഇതിൻ്റെ നടുവിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. വളരെ എളുപ്പമല്ലേ ഇത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ സമോസയുടെ മടക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്തിട്ട് വെച്ചാൽ ഒട്ടും തന്നെ ഡ്രൈ ആവുകയില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് എണ്ണയുടെ ചൂടാണ്. എണ്ണ നല്ലതായി ചൂടായ ശേഷം തീ നന്നായിട്ട് കുറച്ച് ആ എണ്ണയുടെ ചൂട് നന്നായിട്ടൊന്ന് കുറയ്ക്കണം. അതിന് ശേഷം മാത്രം സമോസ ഇടണം. അല്ലെങ്കിൽ ഇത് ഇട്ട ഉടനെ തന്നെ കളറ് മാറി ഉള്ളു വേകുകയില്ല, ഫ്രൈ ആവുകയില്ല. 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഇത് നന്നായി ഫ്രൈ ആയിട്ട് കിട്ടാൻ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും എടുക്കും. എന്നാൽ മാത്രമേ ഇത് ദീർഘനേരം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ തീ കുറച്ച് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, വെറും 1 കപ്പ് മൈദമാവ്, അതായത് 100-110 ഗ്രാം മൈദമാവ് കൊണ്ട് ഒരു പൊട്ടറ്റോയും ചേർത്ത് 10 സമോസ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ വില ഒന്ന് നോക്കിക്കേ. എനിക്കും എൻ്റെ മക്കൾക്കുമൊക്കെ സമോസ വലിയ ഇഷ്ടമാണ്. കടയിൽ പോയി ഈ വില കാണുമ്പോൾ തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്ന് ഇതുണ്ടാക്കി വയറ് നിറയെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. മൈദമാവും പൊട്ടറ്റോയും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് റെഡിയാക്കാവുന്നതാണ്. അതുപോലെ വല്ല വിശേഷ അവസരങ്ങളിലും മക്കളുടെ ബർത്ത്ഡേക്കുമൊക്കെ ഇത് റെഡിയാക്കി മക്കൾക്ക് സർപ്രൈസ് കൊടുക്കാവുന്നതാണ്. ഈ മസാല അധികം വന്നാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസത്തേക്ക് ഇത് ഒരു കേടും വരികയില്ല. ഇതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.